ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏഷ്യ 53:5 നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽക്കപ്പെട്ടു, നമ്മുടെ അഹൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. എൻ്റെ പേര് ജോസ്മി ജെയിംസ്. ഞാൻ മണിമലയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ഡിസംബർ 19 ഇവിടെ വന്ന് ആദ്യമായി കൃപാസനത്തിൽ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും. ഞാൻ 2019 MCOM പാസ് ഔട്ട് ആവുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആവറേജ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്ക് എത്രമാത്രം കൂടും എന്ന് മാത്രമേ ഞാൻ റിസൾട്ട് വരുമ്പോൾ നോക്കത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഫൈനൽ റിസൾട്ട് വരുന്ന സമയത്ത് എന്നെ ശരിക്കും ഇരുത്തുന്ന രീതിയിലുള്ള റിസൾട്ടായിരുന്നു. ഞാൻ ആ റിസൾട്ടിൽ MCOMിൽ ടാക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഞാൻ ഫെയിലായി. എനിക്കത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ ആദ്യമായിട്ടാണ് പരാജയപ്പെടുന്നത്. എനിക്ക് എന്നെ ചെയ്യണമെന്നോ ഒന്നും അറിയത്തില്ല, ലൈഫ് തീർന്നു എന്നൊക്കെ എന്തൊക്കെയോ ചിന്തകൾ വന്ന് എൻ്റെ മനസ്സ് ഭയങ്കര ഇരുട്ട് കയറി വന്നു. അതിനുശേഷമാണ് ഞാൻ ഈ ഒരു കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും. പിന്നീട് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഒരു നിയോഗമായി വെച്ചു. അതിനുശേഷം പിന്നീട് കോളേജിൽ നിന്ന് സാർ എന്നോട് പറഞ്ഞു, സ്ക്രൂട്ടനിക്കും അതുപോലെ റിവാലുവേഷനും സപ്ലിക്കും വെച്ചോ, ചാൻസ് കളയാതിരിക്കാൻ വെച്ചോളാൻ പറഞ്ഞു. ഇപ്പോൾ സ്ക്രൂട്ടനി എന്ന് പറയുന്നത് നമുക്ക് യൂണിവേഴ്സിറ്റി ചെന്നാൽ നമ്മുടെ പേപ്പർ നമുക്ക് കാണാം, നമ്മുടെ പേപ്പർ നമുക്ക് ശരിക്കും വാലുവേറ്റ് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ മാർക്കുകൾ എന്ന് പറയുന്നത് 2 മാർക്കിൻ്റെ സ്ഥാനത്തൊക്കെ 6 മാർക്കേ ഉള്ളൂ. പിന്നെ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിനൊക്കെ 4 മാർക്കേ ഉള്ളൂ. എനിക്കിതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി എന്താ ചെയ്യുന്നത്, ഇനി ആര് നോക്കിയാലാ ഈ മാർക്കൊക്കെ മാറുക എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ എനിക്ക് ആ പ്രതീക്ഷ പോയി, ഞാൻ തിരിച്ചു പോയി. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് സപ്ലിയുടെ എക്സാം വന്നു. ഞാൻ അതിന് അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഒരു ഇൻട്രസ്റ്റും എനിക്കില്ലായിരുന്നു ആ എക്സാം എഴുതാൻ. എന്തൊക്കെയോ ഞാൻ വായിച്ചു നോക്കി. ഞാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് എക്സാം ഹാളിൽ നിന്ന് നേരത്തെ ഇറങ്ങിപ്പോകുന്നത്. കാരണം എനിക്കൊന്നും എഴുതാനില്ലായിരുന്നു. കാരണം എനിക്ക് വിധിച്ചതല്ലായിരുന്നു ഇത്, ഈ എക്സാം. അപ്പം ഞാൻ അത്രയും സങ്കടത്തോടെ ഞാൻ എന്തൊക്കെ എഴുതിയിട്ട് ഞാനങ്ങ് പോയി. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ 2 മാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നു. അതിന് എനിക്ക് ജസ്റ്റ് പാസ് തന്നു. എനിക്ക് എന്നിട്ടും തൃപ്തിയില്ലായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് എന്തുകൊണ്ടാണ് റിവാലുവേഷൻ റിസൾട്ട് ഇതുവരെ വന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാനപ്പം കോളേജിൽ സാറിനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു ഞാൻ നോക്കട്ടെ. അപ്പം നോക്കിയപ്പം റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. റിസൾട്ട് വന്നപ്പം സാറും എന്നെ ഹെൽപ്പ് ചെയ്ത് ഞങ്ങൾ ലോഗിൻ ചെയ്ത് നോക്കിയപ്പം എനിക്ക് വേണ്ടത് 30 മാർക്കാണ്, ജസ്റ്റ് പാസ്. അപ്പം എനിക്ക് 28 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ആ റിസൾട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ 64 മാർക്ക് തന്ന് എൻ്റെ അമ്മ ഈശോയോട് പറഞ്ഞ് എനിക്ക് ആഗ്രഹം സാധിച്ചു തന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. പിന്നീട് ആ ഒരു സാക്ഷ്യത്തോടെ ഞാൻ എൻ്റെ അവിശ്വസ്തതയുടെ വാതിൽ ശരിക്കും കളഞ്ഞ് ഈശോയെ വിശ്വാസത്തോടെ നെഞ്ചിലേറ്റാൻ ഞാൻ തുടങ്ങിയ നിമിഷമായിരുന്നു. പിന്നീട് ഓരോ പ്രാവശ്യവും ഈശോയോട് കൂടുതൽ അടുക്കുവാനാണ് ഞാൻ നോക്കിയത്. ആത്മീയമായിട്ട് ഈശോയോട് കൂടുതൽ വളരുവാൻ ഞാൻ നോക്കി. പിന്നെ ഓരോ പ്രാവശ്യവും കുർബാന അർപ്പിക്കുമ്പോൾ ഞാൻ പങ്കുകൊള്ളണമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ കുർബാന പങ്കുകൊള്ളുന്നത്. പിന്നീട് ഞാൻ കുർബാന പുസ്തകം യൂസ് ചെയ്ത് അതിലെ ഓരോ കുർബാനയിലെയും ഓരോ സന്ദർഭവും എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് ശരിക്കും അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. കാരണം ഈശോയെ കിട്ടുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് വിശുദ്ധ കുർബാന എന്ന് ഞാൻ മനസ്സിലാക്കി. അതിലെ ഓരോ അക്ഷരങ്ങളും എനിക്ക് ശരിക്കും ഭയങ്കര ഫീലായിരുന്നു. കുർബാന ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് ആ നിമിഷമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ കൊന്ത, ശരിക്കും നമ്മുടെയൊക്കെ വെപ്പൺ എന്ന് പറയാൻ വേണമെങ്കിൽ അതാണ് നമ്മുടെ കൊന്ത. കാരണം നമ്മൾ ചൊല്ലുന്ന ഓരോ ജപമാലയും ഒരിക്കലും വേസ്റ്റ് ആവത്തില്ല. നമുക്ക് ഒരുപാട് സഹനങ്ങൾ, ഒരുപാട് വേദനകളും ഒക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അവിടെയൊക്കെ താങ്ങും തണലായി നിൽക്കുന്നത് നമ്മൾ ചൊല്ലിയ കൊന്തകളും പ്രാർത്ഥനകളും ഒക്കെയാണ് നമ്മളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത്. പിന്നെ എനിക്കൊരു സാക്ഷ്യമുള്ളത്, എൻ്റെ ചേട്ടായിക്ക് അവൻ്റെ ബാക്കിലായിട്ട് ഒരു മുഴ പോലെ വന്നു. അത് ഞങ്ങൾ വലിയ കാര്യമൊന്നും ആക്കിയില്ല. പിന്നീട് കുറേ ദിവസം കഴിഞ്ഞപ്പം അമ്മ നോക്കിയപ്പോൾ അത് കറക്റ്റ് റെഡായിട്ട് റൗണ്ടിൽ അത് ചുമന്ന് കിടക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പേടിയായി, എന്നായിരിക്കും, അവൻ ഓൾറെഡി ഒരു ഹോസ്പിറ്റൽ ഇഷ്യൂ ഓവർകം ചെയ്ത് വന്നതാണ്. അപ്പോൾ എന്തായിരിക്കും എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് നോക്കാം, ടാബ്ലറ്റും അതുപോലെ ഓയിൽമെൻറ്റും തന്നു. അത് പുരട്ടി ടാബ്ലറ്റ് കഴിക്കുകയും ചെയ്യും, അപ്പോൾ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ നമുക്ക് അവിടെ കുത്തി എടുത്ത് പരിശോധിച്ച് നോക്കാം എന്താണെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴും അമ്മയോട് പറഞ്ഞു, അമ്മേ ചേട്ടായി ഒന്നാമത് ഒരു ഹോസ്പിറ്റൽ ഇഷ്യൂവിനെ ഫേസ് ചെയ്ത് ഓവർകം ചെയ്ത് കയറി വന്നതേ ഉള്ളൂ. അവന് ഇനിയും സങ്കടങ്ങളൊന്നും വരുത്തരുതേ, അവനുള്ള എന്താണെന്ന് വെച്ചാൽ അമ്മ ചെയ്തു കൊടുക്കണം, അവൻ്റെ ഒരാപത്തും വരല്ലേ എന്ന് മാത്രം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരാഴ്ച ഒരാഴ്ച ഉണ്ടായിരുന്നു. ആ ഒരാഴ്ചയിൽ
അവനെപ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലി വിശുദ്ധ തൈലം ബാക്കിലായിട്ട് ആ മുഴയുടെ അവിടെ പുരട്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരാഴ്ച പിന്നിട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ അങ്ങനെ ഒരു മുഴയുണ്ടെന്നോ പോലും അറിയാത്ത രീതിയിൽ അത് മായ്ച്ചു കളഞ്ഞു. അതിനും അമ്മയ്ക്കും ഈശോയ്ക്കും ഒരു കൊടാനുകോടി ഞാൻ നന്ദി പറയുന്നു. പിന്നീട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബ്രദർ ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പോൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരനും ഓൺ ദി സ്പോട്ടിൽ മരിച്ചു. അപ്പം ഇവനെ അത്രയ്ക്കും ഇഷ്യൂ ആയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പം എനിക്ക് എന്താ ചെയ്യണമെന്നില്ല. ഞാൻ പെട്ടെന്ന് വിശുദ്ധ തൈലവും അതുപോലെ കാശുരൂപ എടുത്തുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം തന്നെ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അപ്പോൾ ഭയങ്കര സീരിയസ് ആണ്, നമ്മളെ ഒരിക്കലും അതിനകത്തോട്ട് കയറ്റില്ല. അപ്പം ഞാൻ അവൾക്ക് കൂടുതൽ ആത്മവിശ്വാസം പകർന്നു കൊടുത്തു. കൃപാസനത്തെ അമ്മയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. നീ ഒട്ടും പേടിക്കേണ്ട, ഈ തൈലം ഉപയോഗിക്കാൻ എല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവൾ പറഞ്ഞു, ഓൾറെഡി അവൾ എന്നെ റൂമിലോട്ട് കൊണ്ടുപോയപ്പോൾ പറഞ്ഞു ഒത്തിരി പേര് ഇതുപോലെ തൈലം കൊണ്ട് തന്നു, കാശുരൂപം തന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഒട്ടും പേടിക്കേണ്ട, അവൻ തിരിച്ചു വരും എന്ന് ഞാൻ അവളോട് പറഞ്ഞു. അങ്ങനെ ഓരോ ദിവസവും പയ്യെ ഇമ്പ്രൂവ്മെൻറ്റായി അവൻ അതിനെ ഓവർകം ചെയ്യുന്നു. ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ അവൻ തിരിച്ച് ലൈഫിലേക്ക് വന്നു. പിന്നെ ഞാൻ ട്യൂഷൻ എടുക്കുന്ന ഒരു കൊച്ച്, അവന് ഒരു ദിവസം ക്ലാസ്സിൽ വന്നില്ലായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്നാടാ നീ വരാൻ ഞാൻ ചോദിച്ചു. അപ്പോൾ അവനോട് പറഞ്ഞു, ചേച്ചി എനിക്ക് ചെവിയുടെ ബാക്കിലൊരു മുഴ പോലെ വന്നു, എനിക്ക് ഭയങ്കര പെയിനാണെന്ന് പറഞ്ഞു. അപ്പത്തിനും ഓടിപ്പോയി തൈലമെടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം അവനൊരു ഹിന്ദു കൊച്ചാണ്. അപ്പോൾ അവനങ്ങ് പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവന് വേറെ എന്തോ ഒരു കാര്യം രണ്ട് മാസം കഴിഞ്ഞു. 2 മാസം കഴിഞ്ഞപ്പോൾ അവൻ എന്തോ കാര്യം എന്നോട് വന്ന് പറഞ്ഞപ്പോഴാണ് എന്നോടത്തെ എന്തോ കാര്യം എന്നോട് പറയാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എടാ ഇന്നാൾ നിൻ്റെ പുറകിൽ ഒരു മുഴ പോലെ ഇല്ലായിരുന്നു, അതൊക്കെ മാറിയോ എന്ന് ചോദിച്ചു. അപ്പോൾ അവനോട് പറഞ്ഞു അതൊക്കെ മാറി. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് മാറിയേ? അപ്പം അവൻ പറഞ്ഞു, ചേച്ചി എന്തോ ഒരു എണ്ണ പോലെ എന്തോ എൻ്റെ ചെവിയുടെ പുറകിൽ എന്തോ പുരട്ടി പ്രാർത്ഥിച്ചില്ലേ? അപ്പോഴത്തേനും അത് കഴിഞ്ഞപ്പോൾ പിന്നെ അത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ അവിശ്വസ്ത കാണിച്ചാലും ദൈവം നമ്മുടെ കാര്യത്തിൽ വിശ്വസ്തനാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അതേപോലെ തന്നെ ഒരു 1 വീക്കായിട്ട് എനിക്ക് ചെവിയിൽ ഭയങ്കര ഒരു ഇരപ്പൽ സൗണ്ട് പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു ഇറിറ്റേഷൻ പോലെയായിരുന്നു. കാരണം ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള പ്ലേസിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഇത് ഭയങ്കര ഇറിറ്റേഷൻ തരുവാണ് നമുക്ക്. അപ്പോൾ എനിക്കിതെങ്ങനെ ചെയ്യണമെന്നോ എന്നെ ചെയ്യണമെന്നോ ഒന്നും മനസ്സിലാവുന്നില്ല. എന്താണ് ഈ രോഗമെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ യൂട്യൂബിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അവർ പറയുന്നത് ഇതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഇത് നമുക്ക് ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് തരും, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്മ പറഞ്ഞു, കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് ആശുപത്രി കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവിടെ വന്ന് പുതുക്കേണ്ട ദിവസമായിരുന്നു. പുതുക്കിയപ്പോഴും ഞാൻ അത് നിയോഗമായിട്ട് വെച്ചില്ല. ഞാനത് അമ്മയ്ക്ക് വിട്ടുകൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി കഴിഞ്ഞ് പിന്നീട് എനിക്ക് അങ്ങനെ ഒരു സൗണ്ടോ ഒന്നും ഉണ്ടായിട്ടില്ല. അത് വിശുദ്ധ തൈലവും അതേപോലെ തേനും ഒക്കെ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ്. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ബെത്ലഹേം, കാഞ്ഞിരപ്പള്ളിയിലെ ബെത്ലഹേം എന്ന് പറയുന്ന ഒരു ഭവനത്തിൽ പോവുകയും അവിടെ എനിക്ക് പറ്റും പോലെ ഞാൻ സഹായം ചെയ്യും. പിന്നെ ആഴ്ചയിൽ ഞാൻ എനിക്ക് പറ്റും പോലെ ചോറും പൊതി ഞാൻ കൊണ്ട് കൊടുക്കും. പിന്നെ ഈശോയോട് കൂടുതൽ ആത്മീയമായിട്ട് കൂടുതൽ അടുക്കാൻ പറ്റിയതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ്. കുർബാനയിലായിക്കോട്ടെ അല്ലെങ്കിൽ കൊന്തയിൽ, പ്രാർത്ഥനയിലൊക്കെ ഈശോയോട് കൂടുതൽ വളരുവാൻ എനിക്ക് സാധിച്ചു. ഇതുവരെ എനിക്ക് ചെറുതും വലുതുമായി ചെറുതും വലുതുമല്ല, എനിക്ക് തന്ന എല്ലാം വലിയ അനുഗ്രഹങ്ങളാണ്. ആ തന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു.